ഒരു കരം ഉയർത്തി ഉറക്കി എന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഈ പറയുന്ന ഹല്ലേലൂയയുടെ സ്വരം വരെ ലോകത്തിന്റെ അതിർത്തി വരെ കേൾക്കുന്ന ഒരു സ്വരമാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ സ്വരം ഇത് ലോകം മനുഷ്യരുള്ളിടത്തെല്ലാം കേൾക്കുന്ന ഒരു സ്വരമാണ്. നമ്മൾ പറയുന്ന ഒരു ഹല്ലേലൂയ എന്ന വാക്കിന് അത്രയും ശക്തിയുള്ളൊരു സ്വരമാണ്. നിങ്ങൾ ഈ ഹാളിനകത്ത് പറയുമ്പോൾ അത് ലോകം മുഴുവൻ എത്തുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഇപ്പോൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുക ലോകം മുഴുവൻ ഇത് കേൾക്കുമ്പം, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇവിടെയൊന്നും അത്ഭുതവും നടക്കത്തില്ല, ഞാൻ എത്രയോ നാളായി പ്രാർത്ഥിക്കുന്നു എന്ന മനോഭാവമാണെങ്കിൽ ഒരത്ഭുതവും നടക്കത്തില്ല. അപ്പൊ സാറായോട് ദൈവം ചോദിച്ചൊരു ചോദ്യമുണ്ട്, സാറാ നീ എന്തിനാ ചിരിച്ചത്? അപ്പൊ സാറ തിരിച്ചു പറയുന്നൊരു വാക്കാണ്, ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. ഉള്ളിൽ ചിരിച്ചത്. സാറ ഒരു നുണ പറയോ? ചിരിച്ചില്ല എന്ന്. ശ്രദ്ധിച്ചു, ഇതിൻ്റെ അകത്ത് ഒറ്റ കാര്യം പഠിക്കാനുള്ളൂ. ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സു വരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയ. അടുത്തൊരു കാര്യം, മോശയുടെ കയ്യിലിരിക്കുന്ന വടി എപ്പോഴൊക്കെയാ മോശയ്ക്ക് പ്രയോജനപ്പെട്ടത്? അത് പ്രയോജനപ്പെട്ട ചില സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ സമയത്തും അത് പ്രയോജനപ്പെട്ടില്ല. ആദ്യകാലത്ത് ഇത് പ്രയോജനപ്പെട്ടില്ല. മോശയുടെ കയ്യിലിരിക്കുന്ന വടി പോലെയാണ് നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയും നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ദൈവവചനവും. ശ്രദ്ധിച്ചേ, മോശയുടെ കൈകളിൽ ഒരു വടി ഉണ്ടായിരുന്നു. അത് ആടുകളെ മേയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന വടിയാണ്. അന്ന് ഒരത്ഭുതവും നടന്നിട്ടില്ല ആ വടി കൊണ്ട്. ആടുകൾ അനുസരിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഒരു പ്രതിസന്ധി വന്ന് ചെങ്കടലിന്റെ മുമ്പിൽ നിന്നപ്പം ദൈവം മോശയോട് പറയുക, ആ വടി എടുത്ത് ഉയർത്തിപ്പിടിക്കാൻ പറഞ്ഞു. ആ വടി ആ പ്രതിസന്ധിയിൽ പ്രയോജനപ്പെട്ടു. ഹല്ലേലൂയ. അതായത് പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ചിന്തിക്കും, ഞാനിപ്പോൾ ഒരു രാത്രി സമയത്ത് ഇവിടെ ആരാധിച്ചിട്ട് എന്ത് നടക്കാനാണെന്ന്. നിങ്ങളിപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ പ്രാർത്ഥിക്കുന്നത് നാളെ ഒരു സമയത്ത് നിങ്ങളുടെ കൈകളിലെ ഒരു വടി പോലെ, അത് ഒരായുധമാണ്. നാളെ നിങ്ങൾക്കത് പ്രയോജനപ്പെടും. ഒരു വലിയ പ്രതിസന്ധി വരുമ്പോൾ ചിലപ്പോൾ ഒരു നൈറ്റ് വിജിലിൽ കേട്ട ഒരു വചനമായിരിക്കും നിങ്ങളുടെ പ്രതിസന്ധികൾ നിങ്ങൾക്ക് എടുത്തുയർത്താനുള്ളത്. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഹല്ലേലൂയ. 2 ശ്രദ്ധിച്ചേ, മോശ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നയിക്കുമ്പം അവിടെ വെള്ളമില്ലാത്തൊരു സ്ഥലം വന്ന്, ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്തൊരു സാഹചര്യം വന്നപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, നീ കൈ കൊണ്ടൊരു അടി അടിക്കണം എന്നല്ല പറഞ്ഞേ. ആ വടിയെടുത്ത് ആ പാറയിൽ അടിക്കാൻ വടി അവിടെ പ്രയോജനപ്പെട്ടു. ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യം പറയാം, കേൾക്കുന്ന വചനങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ എടുത്തുയർത്തിയാൽ നിങ്ങൾക്കത് പ്രയോജനമായിരിക്കും. മോശയുടെ കയ്യിലിരുന്ന ഒരു ഉണക്കവടി നമ്മുടെ കയ്യിലിരിക്കുന്നത് വെറും ഒരു ഉണക്കവടി അല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ്. ഒരു ഉണക്കവടി കൊണ്ട് ഇത്രയും കാര്യം ചെയ്യാൻ പറ്റിയെങ്കിൽ ജീവനുള്ള വചനം കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു അതിനേക്കാൾ വലിയ അത്ഭുതം നമുക്ക് ചെയ്യാൻ ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യാൻ പറ്റിയിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. മോശയുടെ കയ്യിലിരിക്കുന്ന പോലത്തെ ഒരു വടിയല്ല നമുക്ക്. പിന്നെ ഒരു കാര്യം എന്ത്, ദൈവവചനം എടുത്ത് കയ്യിൽ പിടിച്ച് ഉയർത്തി പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. മോശ ഒരു വടി എടുത്തില്ലേ? നമ്മൾ പ്രതിസന്ധി വരുമ്പോൾ എവിടെയാ പ്രാർത്ഥനക്കാരൻ നമ്പർ എടുത്ത് പ്രാർത്ഥനക്കാരനെ വിളിക്കും. അല്ലെങ്കിൽ ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് വഴിയേ പോകുന്നവരോട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയും. ഒരു പ്രതിസന്ധി വരുമ്പം 100,000 പേരെ വിളിച്ച് മെസ്സേജ് കൊടുക്കുന്നേക്കാൾ 1000 മടങ്ങ് നല്ലതാ ഒരു അറിയാവുന്ന ഒരു ദൈവവചനം എടുത്ത് ദൈവമേ എന്ന് വിളിച്ച് ആ വചനം ഉയർത്തി പ്രാർത്ഥിച്ചാൽ. അതാ ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ടത്. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറയാം ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ഈ 3-4 മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കും. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മനസ്സിൽ വരുന്ന ചിത്രം നിങ്ങളെ അനുഗ്രഹിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറയാം ഹല്ലേലൂയ. ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അതല്ല, ഒരു വിഷയം പ്രധാനപ്പെട്ടതാണ്. ഞാൻ ദൈവവചനത്തിലൂടെ പറയാം. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ ദൈവവചനം പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പ്രവാചകന്റെ പേര് ഏലിയ പ്രവാചകൻ. ഏലിയ പ്രവാചകൻ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്തപ്പം ആളുകൾ വിളിച്ചു പറഞ്ഞെന്നറിയോ? കർത്താവ് തന്നെ ദൈവം എന്ന് വിളിച്ചു പറഞ്ഞു. ഏലിയ ദൈവം എന്നല്ല വിളിച്ചു പറഞ്ഞേ. ഇതാണ് റിയൽ ശുശ്രൂഷ. ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥത്തിൽ അത് പഠിപ്പിച്ചു തരാം. ഏലിയ ജീവിച്ചിരുന്ന സമയത്ത് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന രാജാവാണ് ആഹാബ്. ഒരു ദിവസം ആഹാബ് ഏലിയായെ കണ്ടപ്പോൾ ചോദിച്ചു, നീ ആണല്ലോ ഞങ്ങൾക്ക് എന്നും ഈ കഷ്ടകാലം വരുത്തി തരുന്ന ആള്. അപ്പോൾ ഏലിയ പറഞ്ഞു, ഞാനല്ല എന്ന് പറഞ്ഞു. നീയും നിന്റെ കൂട്ടരും ബാൽദേവന്റെ പുറകെ പോയിട്ടാ ഈ കഷ്ടകാലവും ഈ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആഹാബ് രാജാവിന് സത്യത്തിൽ ദൈവത്തിൻ്റെ ശക്തിയുള്ള ദൈവം, ജീവനുള്ള ദൈവം എവിടെയാണെന്ന് അറിയത്തില്ല.
ഇപ്പോൾ ആഹാബ് രാജാവിൻ്റെ കൂടെ കുറേ ആളുകളുണ്ട്. അത് ബാലിൻ്റെ പുരോഹിതൻ, 400ഓളം പുരോഹിതന്മാരുണ്ട്. കർത്താവിൻ്റെ പുരോഹിതന്മാരിൽ ഒറ്റയാളേ ഉള്ളൂ, അത് ഏലിയായാണ്. അപ്പോൾ ഏലിയ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ് രാജാവേ, എല്ലാവരെയും കൂടെ കാർമൽ മലയുടെ മുകളിൽ ഒരുമിച്ച് കൂട്ട് എല്ലാത്തിനെയും. അതിനുശേഷം ബാലിൻ്റെ പുരോഹിതന്മാർ ബലി അർപ്പിക്കട്ടെ, ഞാൻ ജീവനുള്ള ദൈവത്തിന് ബലി അർപ്പിക്കും. സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി സ്വീകരിക്കുന്ന ബലി ഏത് ദൈവം സ്വീകരിക്കുന്നോ ആ ദൈവം യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞു. അങ്ങനെ കാർമൽ മലയിൽ ബാൽദേവന്റെ 400-ലധികം പുരോഹിതന്മാർ ഒരുമിച്ച് കൂട്ടി മധ്യാഹ്നം വരെ പ്രാർത്ഥിച്ചിട്ടും ബലിയും ബലിവസ്തുവും ഒരു ദൈവവും സ്വീകരിച്ചില്ല. സ്വീകരിക്കാതിരിക്കുമ്പോൾ അവർ കത്തിയെടുത്ത് കോടാലിയെടുത്ത് സ്വന്തം ശരീരം വെട്ടി മുറിവേൽപ്പിച്ച് ചോര ഒഴുക്കിയിട്ട് ദൈവസന്നിധിയിൽ നിന്നു കൊടുത്തു. ചോര കണ്ടിട്ടും ഒരു ദൈവവും മനസ്സലിഞ്ഞില്ല. അവസാനം ഏലിയ ചോദിച്ചു, നിങ്ങൾ മടുത്തോ? മടുത്തെങ്കിൽ മാറാൻ പറഞ്ഞു. ഏലിയ ഒരു ബലിപീഠം അവിടെ ഉണ്ടാക്കി. ബലിപീഠം ഉണ്ടാക്കി എല്ലാവരെയും അടുത്തേക്ക് വിളിച്ച് ഏലിയ സിമ്പിളായിട്ട് പ്രാർത്ഥിച്ച് ബലിപീഠം ഉണ്ടാക്കിയതിന് ശേഷം ഈ കുറച്ച് ആളുകളോട് ഏലിയ പറഞ്ഞു, 4 കുടം വെള്ളം എടുത്തുകൊണ്ടിരാൻ പറഞ്ഞു. 4 പാത്രത്തിനകത്ത് വെള്ളം. അപ്പോൾ ചോദിച്ചു, എന്തിനാ 4 പാത്രം വെള്ളം? വെള്ളം എടുത്തുകൊണ്ടിരാൻ പറഞ്ഞു. വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ബലിവസ്തുവിൽ ഒഴിക്കാൻ പറഞ്ഞു. ഒരു പ്രത്യേകത, ഒരു മെസ്സേജ് പറയട്ടെ. സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങുന്ന ശുശ്രൂഷ എവിടെ ഉണ്ടെങ്കിലും വെള്ളം ഒഴിക്കാനും കുറേ പേരുണ്ടാവും. വെള്ളം ഒഴിക്കുന്ന കുറേ പേര് അതിനുവേണ്ടി മാറ്റി നിർത്തിയിട്ടുണ്ട്. വെള്ളം ഒഴിക്കുക, അവരുടെ പണി വെള്ളം ഒഴിക്കുക എന്ന് മാത്രമായിരിക്കും. എന്തേലും ഒരു അഭിഷേകം വരും, അന്നേരം എവിടുന്നേലും വെള്ളം ചുമന്നുകൊണ്ട് വെള്ളം ഒഴിച്ച് അതിനെ കെടുത്തു നോക്കും. നിങ്ങൾക്കും ഇത് പറയുമ്പോൾ വളരെ കറക്റ്റാണെന്ന് തോന്നും. വെള്ളം ഒഴിച്ചെന്ന് കൊടുത്തുനിന്ന് കെടുത്താൻ നോക്കുന്ന കുറേ പേര് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരാളുണ്ടാവും. നന്നായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അന്നേരം ഒരു കൂടെ വെള്ളം എടുക്കാൻ പോകുന്ന ആൾക്കാരില്ലേ, പ്രാർത്ഥന നിർത്താൻ. നമ്മുടെ ഇടവകയിലെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ എങ്ങനെയും ഒരു കലക്കം കലക്കാൻ വേണ്ടി വെള്ളം ചുമക്കാൻ പോകുന്ന അതിനുവേണ്ടി തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുണ്ട്. ഏലിയ പറഞ്ഞു, വെള്ളം ഒഴിച്ചോളാൻ പറഞ്ഞു. 12 കുടം വെള്ളം ഒഴിച്ചു. വെള്ളം അങ്ങ് നിറഞ്ഞിട്ട് അവിടെ ഒരു തോട് പോലെ ഉണ്ടായി, ഒരു ചാൽ അവിടെ ഉണ്ടായി. അപ്പം ബലിയും ബലിവസ്തുക്കളും ബലിപീഠവും നനഞ്ഞു കുതിർന്ന് വെള്ളം കവിഞ്ഞൊഴുകി ഒരു ചാലായിട്ട് ഒഴുകി. എന്നിട്ട് ഏലിയ പ്രാർത്ഥിക്കുകയാണ്. സ്വാഭാവികമായി ചിന്തിച്ചു നോക്കി, നനഞ്ഞൊരു വിറകമ്പ് പോലും തീ പിടിക്കത്തില്ല. അപ്പോഴാണ് വെള്ളത്തിൽ കുതിർന്ന ഇത്. അങ്ങനെ ഏലിയ പ്രാർത്ഥിച്ചിത്രേ ഉള്ളൂ. ഞാൻ വായിക്കാം, 18-ാം അധ്യായം 36-ാമത്തെ വാക്യം. ദഹനബലിയുടെ സമയമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു വന്ന് പ്രാർത്ഥിച്ചു, അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ കർത്താവേ, ഇസ്രായേലിൻ്റെ ദൈവമാണ് അങ്ങെന്നും അങ്ങ് ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പന അനുസരിച്ചാ ഞാൻ ഇത് ചെയ്തതെന്നും വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം പറ്റിക്കുകയും ചെയ്തു. ഇത് കണ്ട് അവിടെ കൂടിയിരുന്ന ജനങ്ങൾ മുഴുവൻ സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം. പറഞ്ഞു ഹല്ലേലൂയ. ഇവിടെ ഏലിയായുടെ ഇമേജ് ആണോ വർദ്ധിച്ചേ, അതോ കർത്താവായ ദൈവത്തിന്റെ ഇമേജോ? ശ്രദ്ധിച്ച്, ഇത് നമ്മുടെ നമ്മൾ ഇന്ന് സത്യസന്ധമായി ഈ കാലഘട്ടത്തെ വിലയിരുത്തുമ്പോൾ വ്യക്തികളുടെ ഇമേജ് കണ്ടമാനം വർദ്ധിക്കുന്നു. അതെൻ്റെ ആണേലും ലോകത്തിൽ ആരുടെ ആണെങ്കിലും ഇമേജ് ദൈവം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ വർദ്ധിപ്പിച്ചോട്ടെ. വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ പണിയെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇമേജിന് ഒരു മറ വീഴുന്ന പോലെയാ, അത് മങ്ങലേക്കും. പ്രിയപ്പെട്ടവര്, ഏലിയ ദൈവത്തിന് ശുശ്രൂഷ ചെയ്തപ്പം ജനങ്ങൾ ഏലിയ വലിയ ആളാന്നല്ല വിളിച്ചേ, കർത്താവ് ദൈവമാണെന്ന് വിളിച്ചു പറഞ്ഞു. നമ്മുടെ ശുശ്രൂഷ കണ്ടിട്ട് എത്ര പേര് കർത്താവ് തന്നെ ദൈവം എത്ര പേര് പറഞ്ഞിട്ടുണ്ട്? ശുശ്രൂഷകരെ എല്ലാവരും അറിയണം, ആരും ആരുടെയും പേര് പറഞ്ഞ് ഇമേജ് വർദ്ധിപ്പിച്ച് അതൊരു സംഭവമാക്കണ്ട. ദൈവം തന്നെ, കർത്താവ് തന്നെ ദൈവം എന്ന് വിളിച്ചു പറയത്തക്ക വിധമുള്ള പ്രാർത്ഥനയും ശുശ്രൂഷയും നമ്മിൽ നിന്ന് വരണം. പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു കരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കരങ്ങൾ താഴ്ത്താം. ശ്രദ്ധിച്ച്, നമ്മളിപ്പോ കണ്ടത് ഏലിയായുടെ ഒരു ശുശ്രൂഷയുടെ പ്രത്യേകതയാ. ഈ സ്നാപക യോഹന്നാൻ പറഞ്ഞൊരു വാക്കുണ്ട്, അവൻ വളരുകയും ഞാൻ ഇച്ചിരി കുറയുകയും ചെയ്യണം. ഞാൻ നന്നായിട്ട് കുറയണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്നു മുതൽ എന്നിലൂടെ കർത്താവ് തന്നെ ദൈവമെന്ന് വേറൊരാൾ പറയത്തക്ക വിധമുള്ളൊരു ജീവിതവും ശുശ്രൂഷയും പ്രാർത്ഥനയും നമ്മിൽ നിറയണം. അപ്പോൾ നമ്മുടെ ശുശ്രൂഷയും നമ്മുടെ പ്രാർത്ഥനയും ഭയങ്കര അനുഗ്രഹമാവും. അപ്പസ്തോല പ്രവർത്തനത്തിൽ ഒരു വാക്കുണ്ട്. അപ്പസ്തോല പ്രവർത്തനത്തിൽ 3-ാം അധ്യായത്തിൽ പത്രോസ് ശ്ലീഹായും ശിഷ്യന്മാരുടെ ഒരു കൂട്ടവും കൂടെ നടന്ന്
പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പം അവിടെ ജന്മനാ മുടന്തനായ ഒരാൾ അവിടെ ഇരുന്ന് ഭിക്ഷ എടുക്കുകയാണ്. അപ്പോൾ ഉടനെ പത്രോസ്ലീഹ അവനെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, പൈസയൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാന്ന് പറഞ്ഞു. സ്വർണമോ വെള്ളിയോ പൈസയൊന്നും ഗീശയിൽ ഇല്ലാന്ന് പറഞ്ഞു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് നിന്ന്, നിങ്ങൾ ദൈവമെന്നല്ല പറഞ്ഞ്, കർത്താവ് തന്നെ ദൈവമെന്ന് ഈ സൗഖ്യം സ്വീകരിച്ചവരും കണ്ടവരും ഒന്നടങ്കം ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ പത്രോസ്ലീഹായുടെ മുഖത്തേക്ക് ഈ സൗഖ്യം കിട്ടിയ ആൾ എന്തോ ഒരു വലിയ സംഭവമാണ് നിങ്ങളെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഈ പത്രോസ്ലീഹ പരിചയപ്പെടുത്തി കൊടുക്കുക, ഞാൻ വലിയൊരു സംഭവമാണെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ നോക്കൊന്നും വേണ്ട, കർത്താവായ യേശുവിൻ്റെ നാമത്തിലാണ് ഞാൻ ഇത് ചെയ്ത്. യേശുവിൻ്റെ ഇമേജ് അവിടെ വർദ്ധിപ്പിച്ചു. ഇതാണ് റിയൽ യഥാർത്ഥ ശുശ്രൂഷ. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറയാം ഹല്ലേലൂയ. ഇത് നമ്മുടെ മനസ്സിൽ ഇരിക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും, നിങ്ങൾക്കത് പ്രയോജനപ്പെടും. ഞാൻ ഈ വിഷയം പല സ്ഥലങ്ങളിലും ദൈവവചന ശുശ്രൂഷിക്കുന്ന സമയത്ത് ഞാൻ എടുത്തപ്പം അത് ശക്തമായ ഫലം കണ്ടു. അത് ഈ കാലഘട്ടത്തിന് ആവശ്യമാണ്. ആ ആവശ്യം എന്താണെന്നറിയാമോ? ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് മാതാപിതാക്കളാണ്, അല്ലെങ്കിൽ ഇത് ടി വിയിലൂടെ കാണുന്ന ഒരുപാട് മാതാപിതാക്കൾ ഉണ്ടായിരിക്കും. ഇന്ന് മാതാപിതാക്കൾ മക്കളെ ഓർത്ത് വലിയ ഭാരത്തിലാണ്, ഭയങ്കര പ്രശ്നത്തിലാണ്. അധികം ആരും ഇതിനെക്കുറിച്ച് പുറത്ത് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. വലിയ ഭാരമാണ്. എന്താണ് ഒരു ഭാരത്തിന് കാരണം? നീരാളി ഒരു മനുഷ്യനെ പിടിച്ചാൽ പിന്നെ വിടാൻ പാടാണ്. നീരാളി പിടിച്ച പോലെ ചില കാര്യങ്ങൾ നമ്മുടെ മക്കളിൽ കടന്നു പിടിച്ചു. പഠിക്കാൻ വിട്ടതാണ് അവരെ, പക്ഷെ പഠിക്കാനുള്ള ആ ജ്വരം തന്നെ മകനിൽ നിന്നും മകളിൽ നിന്നും പോയി. പഠനമേ ഇല്ല. ഇപ്പോൾ ഒരിക്കലും നമ്മുടെ കുടുംബത്തിനോ സാഹചര്യത്തിനോ അംഗീകരിക്കാൻ പറ്റാത്ത പലതും നീരാളി പിടിച്ച പോലെ അവരെ പിടിച്ചിട്ടുണ്ട് താനും. ഇങ്ങനൊരു വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരും സങ്കടമുള്ളവരും കണ്ണുനീരോടെ ഒഴുക്കി പ്രാർത്ഥിക്കും. ഒരാൾ പറഞ്ഞത്, വലിയ സ്ഥാനത്തും നിലയിലും വിലയുള്ള ഒരാൾ പറഞ്ഞു, ഭയങ്കര വിഷമാച്ച മകനെ ഓർത്തിട്ട് ഭയങ്കര ദുഃഖമാണ്. എൻ്റെ ഈ പൊസിഷനിൽ വെച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഇതൊന്നും എൻ്റെ കുടുംബക്കാരോട് പോലും പറയാൻ പറ്റത്തില്ല, അത്രയും ദുഃഖമാണ് എൻ്റെ മകനെ ഓർത്ത്. എന്നാ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും ബൈബിളിനകത്തുണ്ട്. കേട്ടെ, ഓരോ അപ്പൻ്റെയും അമ്മയുടെയും പ്രാർത്ഥന കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ വളർന്നു വരുന്ന മക്കളിൽ അഭിഷേകം നിറയ്ക്കാൻ ഓരോ മാതാപിതാക്കൾക്കും ശക്തിയുണ്ട്. ഹല്ലേലൂയ. അവർക്ക് പറയാം ഹല്ലേലൂയ. ഒന്നും കൂടെ പറയാം. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് അടുത്ത തലമുറയ്ക്ക് അഭിഷേകം പകർന്നു കൊടുക്കാനുള്ള കഴിവുണ്ട്. പ്രാർത്ഥിക്കുന്നില്ലെങ്കിലോ കിട്ടേണ്ട അളവിൽ ഈ അഭിഷേകം കിട്ടാതെ വന്നാലും പ്രശ്നമാണ്. ഞാനൊരു കാര്യം ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക് തന്നെ മക്കളെ ഓർത്ത് ടെൻഷനായിപ്പം. കാരണം അവർ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ മക്കളൊന്നും ഞങ്ങൾ വിചാരിച്ചിടത്തല്ല ഒന്നും നിൽക്കുന്നേ. അവർക്ക് അവരുടേതായ ചില പോളിസികൾ, ആരെന്തെല്ലാം സംഭവിച്ചാലും ആർക്കൊരു പ്രശ്നമില്ല, ഒന്നും വാതുറന്ന് മനസ്സ് തുറന്ന് പറയത്തില്ല, ഒന്നും മിണ്ടത്തില്ല, ഒന്നും കാര്യം ഷെയർ ചെയ്യത്തില്ല. ആകെ ഒരു ഭയമാണ്, പ്രതിസന്ധിയാണ്. സ്നേഹം കുറഞ്ഞു പോകുന്നു മക്കളിൽ. അതിനൊരു നല്ലൊരു കാര്യം ഞാൻ ബൈബിളിലൂടെ പരിചയപ്പെടുത്താം. ഒരമ്മയുടെ പ്രാർത്ഥന കൊണ്ട് മകള് രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അമ്മമാർക്കൊക്കെ സന്തോഷത്തോടെ ഇത് സ്വീകരിക്കുക. അമ്മമാർക്കെല്ലാം ഇത് സന്തോഷ വാർത്തയാണ്, അമ്മമാർക്കെല്ലാം. കാരണം നമ്മൾ ചിന്തിക്കും, വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ മക്കൾ വരെ അമ്മമാരുടെ പ്രാർത്ഥനയ്ക്കെതിരാ. വേറൊരാളിങ്ങനെ പറഞ്ഞേ, എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന മുടങ്ങാതിരിക്കാൻ ഞാൻ പ്രത്യേകം മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ന് വൈകുന്നേരത്തെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ രാവിലെ വീട്ടിലെ ഒരാൾ മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങണം, എന്നാലേ മുടങ്ങാതെ ആ പ്രാർത്ഥന നടക്കത്തുള്ളൂ. നമ്മുടെ കുടുംബ പ്രാർത്ഥന വരെ കറക്റ്റ് നല്ല വൃത്തിയായിട്ട് നടക്കണമെങ്കിൽ വീട്ടിലെ ഒരാൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കേണ്ട സാഹചര്യം പോലെയുണ്ട്. അല്ലെങ്കിൽ ആ പ്രാർത്ഥന ശരിയായ വിധത്തിൽ നടക്കത്തില്ല. ഞാൻ ബൈബിളിലൂടെ പരിചയപ്പെടുത്താം. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 24-ാമത്തെ വാക്യം മുതൽ. അവിടെ ഒരു അമ്മയാണ് ഈശോയുടെ അടുത്തേക്ക് വരുന്നത്. ശ്രദ്ധിച്ചേ, ഒരമ്മ. ആ അമ്മ ഈശോയുടെ അടുത്തേക്ക് വരുമ്പോൾ അമ്മയ്ക്കൊരു വിഷമമുണ്ട്. യേശുവിൻ്റെ അടുത്ത് വരാനുള്ള കാരണം, ഈ അമ്മയ്ക്കൊരു കൊച്ചുമകളുണ്ട്, പിശാചു ബാധയുള്ള മകളാണ്. ഈ മകളെ കൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര വിഷമവും ദുഃഖവും മനോവിഷമവും ആകെ തകർന്നിരിക്കുകയാണ്. ഈ വിഷമമായിട്ടാണ് അമ്മ ഈശോയുടെ അടുത്തേക്ക് വന്നത്. ഈ അമ്മ ഈശോയുടെ അടുത്ത് വന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ദേ ഒരു സ്ത്രീ നിന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ ഈശോ അന്നേരം ഒരു വാക്കാണ് പറഞ്ഞത്.
ആ സ്ത്രീയോട് പറയാൻ വേണ്ടി പറഞ്ഞ വാക്കാണ്. നമ്മൾ ആരെങ്കിലും ആ വാക്ക് കേൾക്കുന്ന അന്നേരത്തന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയേനെ. ഈശോ പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. ഒരു ബന്ധവും അതിനകത്ത് കാണുന്നില്ല. അങ്ങനെ ഒരു കാര്യം പറയാനുള്ള ഒരു കോണ്ടെക്സ്റ്റ് അവിടെ കാണുന്നില്ല. ഒന്നുമില്ലാതെ ഈശോ പറയുകയാണ് മക്കളെ അപ്പം എടുത്ത് കൊടുക്കുന്നത് ശരിയല്ലെന്ന്. അപ്പോൾ ഈ സ്ത്രീ, നമ്മൾ ആരും ഒരു അല്പവിശ്വാസിയാണ്, അന്നേരെ പോയേനെ, പെറുപെറുത്ത് എന്തെങ്കിലും 2 ഡയലോഗും പറഞ്ഞ് തിരിച്ചു പോയേനെ. ഈ സ്ത്രീ അവിടെ തന്നെ നിന്നിട്ട് തിരിച്ചൊരു കാര്യം പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഗുരോ, യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ നായ്ക്കളും തിന്നാറില്ലേ? ഇത് കേട്ടപ്പോൾ പറഞ്ഞ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. 29ാമത്തെ വാക്യം, യേശു അവളോട് പറഞ്ഞു, ഈ വാക്ക് മൂലം നീ പൊക്കോ, പിശാച് നിന്റെ മകളെ വിട്ടുപോയിട്ടുണ്ട്. ഹല്ലേലൂയ. ആരുടെ പ്രാർത്ഥനയിലൂടെയാ ഈ അനുഗ്രഹം വീട്ടിൽ വന്നേ? ആരുടെ പ്രാർത്ഥനയാ? ഒരമ്മ. എത്രയോ പേര് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പറയും, ഞാൻ എന്തെങ്കിലും വിധത്തിൽ ഇത്രയായത് അമ്മയുടെ പ്രാർത്ഥനയാണെന്ന്. വളരെ പ്രൊഫസറായി ജോലി ചെയ്യുന്ന മെഡിക്കൽ കോളേജിൽ ഡോക്ടർ പറയാണ്, ഞാൻ ഈ അവസ്ഥയിൽ എത്താൻ കാരണം എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ് അച്ഛാന്ന്. എന്നാൽ അമ്മ എന്തേരം പഠിച്ചിട്ടുണ്ട്? അമ്മ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. കണക്കും ഇംഗ്ലീഷും ഒന്നും പറഞ്ഞു കൊടുക്കാൻ പോലും ഒരറിവുമില്ലാത്ത അമ്മയുടെ നല്ല പ്രാർത്ഥന മകനെ നല്ലൊരു അവസ്ഥയിൽ എത്തിച്ചു. ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഈ ബൈബിളിൽ കാണുന്ന ഈ അമ്മയുടെ ഒറ്റയൊരു പ്രാർത്ഥന കുടുംബത്തിൽ അനുഗ്രഹം കൊണ്ടുവരുന്ന പ്രാർത്ഥനയായിട്ട് മാറി. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു പക്ഷേ ഇവിടെ ഒത്തിരി അമ്മമാർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. നിങ്ങൾ തന്നെ ചിലപ്പം വീട്ടിൽ നിന്ന് വിഷമം ഉണ്ടായി വഴക്കുണ്ടാക്കിയിട്ടായിരിക്കും ഇവിടെ വന്നത്. ചിലപ്പോൾ വീട്ടുകാർ ചോദിച്ചിട്ടുണ്ടാവും, എപ്പോഴും പോകുന്നത് എന്തിനാ, എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, എവിടെ ഉണ്ടല്ലോ നൈറ്റ് വിജിൽ TV കാണാമല്ലോ, എന്തിനാ ഇവിടെ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടാകും, വിമർശിച്ചവരുണ്ടാകും, വിഷമിച്ചു വന്നവരുണ്ടാകും. പക്ഷെ നിങ്ങൾ അറിയാത്തൊരു കാര്യം, ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഒരു കാര്യം ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. ഈ സ്ത്രീ വന്നപ്പോഴേ ആ കൊച്ചിനെയും കൂടെ കൂട്ടിക്കൊണ്ട് വഴക്കിട്ട് വാടി ഇവിടെ എന്ന് പറഞ്ഞ് കൊണ്ടുവരുമല്ല ചെയ്തേ. ഒരു അമ്മയുടെ പ്രാർത്ഥന കുടുംബത്തിൽ അനുഗ്രഹം കൊണ്ടുവരുന്ന പ്രാർത്ഥനയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ചേർന്ന് ഉറക്കെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്ത. ശ്രദ്ധിച്ചേ, അമ്മമാര് പ്രാർത്ഥിക്കാതെ പോയാൽ പെട്ടെന്ന് കരണ്ട് പോയിട്ട് ഇരുട്ടാവുന്ന പോലെ ആ ഭവനം, ആ തലമുറ എല്ലാം പെട്ടെന്ന് ഇരുട്ട് കയറിപ്പോവും. അമ്മമാരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു കുടുംബത്തെ, തലമുറയെ രക്ഷിച്ചെടുക്കാനുള്ള അത്ഭുത ശക്തിയുള്ള പ്രാർത്ഥനയാണ് അമ്മമാരുടെ. അതുകൊണ്ട് അമ്മമാരെ പ്രത്യേക സന്തോഷത്തോടെ പറയട്ടെ, ഒരമ്മയും പ്രാർത്ഥന നിർത്തിയേക്കരുത്. ഒരമ്മയും പ്രാർത്ഥന നിർത്തിയേക്കരുത്. ചിലപ്പോൾ വെള്ളം കോരി ഒഴിച്ചതിനെ കെടുത്തുന്നവരുണ്ടാകും, വിമർശിക്കുന്നവരുണ്ടാകും, ഒറ്റപ്പെടുത്തുന്നവരുണ്ടാകും, കുറ്റപ്പെടുത്തും. പക്ഷെ നിങ്ങൾ ഓർത്തോ, പറഞ്ഞാലും പറഞ്ഞില്ലേലും അമ്മമാരുടെ പ്രാർത്ഥന മക്കളുടെ രക്ഷയ്ക്കും വിടുതലിനും കാരണമാകും. ഉദാഹരണമാണ് അഗസ്റ്റിൻ്റെ അമ്മ. അമ്മയുടെ പേരാണ് മോനിക്ക. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, അമ്മ ഉപദേശിച്ചിട്ടാണോ പ്രാർത്ഥിച്ചിട്ടാണോ അഗസ്റ്റിൻ നന്നായേ? നിങ്ങൾ പറയും ഉപദേശം കൊണ്ട് ആരും രക്ഷപ്പെട്ടിട്ടില്ല, ഉപദേശം കേട്ട് ആൾക്കാർ മടുത്തു. ഉപദേശിക്കുന്നവരെ കാണുന്നത് നമ്മൾ വേറൊരു വഴിക്കും, ഇതിലേ വരുവാണ് നമ്മൾ അപ്പുറത്തെ വഴി കുറുക്കിയാടി ഓടും. പുള്ളി ഉപദേശം കൊണ്ട് നടക്കുക. ഉപദേശം ആരെയും ഇന്ന് വരെ മാറ്റിയിട്ടില്ല. പക്ഷേ ഉപദേശത്തെക്കാൾ 1000 മടങ്ങ് പവർഫുൾ സാധനമാണ്, പവർഫുള്ളാണ് പ്രാർത്ഥനയ്ക്ക്. അഗസ്റ്റിൻ്റെ അമ്മ മോനിക്ക, അഗസ്റ്റിൻ തെറ്റായ സ്വഭാവത്തിൽ നടക്കുന്ന സമയത്ത് അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിരുന്നു. അമ്മയുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന അഗസ്റ്റിന്റെ മാനസാന്തരത്തിന് കാരണമായി. ചരിത്രം സാക്ഷിയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ചില മാതാപിതാക്കൾ ചിന്തിക്കും, എൻ്റെ മകനോ മകൾക്കോ ഒന്നും ഒരു പ്രശ്നവുമില്ല, അവർ രാവിലെ പള്ളിയിൽ പോകുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ്, എൻ്റെ മക്കളെ കുറിച്ച് ഒന്നുമല്ല ഇത് പറയുന്നത്. എന്നാൽ മാതാപിതാക്കളെല്ലാം അറിഞ്ഞിരിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ പോലും നന്നായിട്ട് അറിയാൻ പാടില്ല. മക്കളെ അറിയാം, അവരെത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നറിയാം, എത്ര ഡ്രസ്സുകളുണ്ടെന്നറിയാം, എല്ലാം നിങ്ങൾക്കറിയാം. പക്ഷേ പലർക്കും നന്നായിട്ടറിയില്ല. 2 വാക്കിന് 2 അർത്ഥമാണ്. നിങ്ങളെ എനിക്ക് അറിയാം ഇപ്പം, പക്ഷെ നിങ്ങളെ ആരെയും എനിക്ക് നന്നായിട്ട് അറിയില്ല. എന്നെ നിങ്ങൾക്കറിയാം ഇപ്പം, പക്ഷെ എന്നെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയില്ല. അറിയാമെന്ന് പറയുന്നതും നന്നായിട്ട് അറിയാമെന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഞാൻ എത്ര പേരോട് ചോദിക്കാം, മാതാപിതാക്കൾക്കും മക്കളെ നന്നായിട്ട് അറിയില്ല. അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ പണ്ടേ തുടങ്ങിയേനെ.
ഞാനൊരു കാര്യം ആത്മാവിൽ പറയാം. നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അളവ് പോരാ. ആ അളവ് ഇനിയും കൂട്ടണമെന്നാണ്. കാരണം കാലഘട്ടം മാറുന്നതനുസരിച്ച് പ്രാർത്ഥനയുടെ അളവും കനവും കൂടിയിരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. എന്നാ ഒരു പ്രത്യേകത അറിയോ? നമ്മൾ ഒരിക്കലും തലകുത്തി നിന്ന് നടക്കാത്തൊരു കാര്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നടക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ തലകുത്തി നിന്നിട്ട് നടക്കാത്തൊരു കാര്യമാണ്. പക്ഷെ അതിനുവേണ്ടി മുട്ടുമടക്കി 5 മിനിറ്റേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഇതിനു മുമ്പ് 500 പേരെ വിട്ട് പറഞ്ഞത് ഈ ഒരു പ്രശ്നത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന്. അന്നേരം നടന്നിട്ടില്ലാത്ത കാര്യം 5 മിനിറ്റ് ദൈവമേ എന്ന് വിളിച്ച് മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെ ചെയ്യുന്നു. 500 പേര് പ്രവർത്തിക്കുന്നേക്കാൾ പവർഫുൾ കാര്യമാണ് 5 മിനിറ്റത്തെ ദൈവത്തോടുള്ള പ്രാർത്ഥനയ്ക്ക്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി. ഒരു കാര്യം പറയാം, പ്രാർത്ഥനാ മുറിയിൽ പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവും നമുക്ക് ആർക്കും ഇല്ല. നിങ്ങളുടെ ഭവനങ്ങളിൽ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമുണ്ടോ? അവിടെ ഇരുന്നാൽ തീരുന്ന പ്രശ്നമേ നമുക്കുള്ളൂ. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥനയെ കണ്ടിട്ടുള്ള പ്രത്യേകത അറിയോ? നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതിനുവേണ്ടി എടുക്കുന്ന സമയം 2 മിനിറ്റ് ആയിരിക്കും. പക്ഷെ ഒരു കാര്യം ആത്മാവിൽ കാണാൻ പറ്റും. നമ്മൾ പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ അകത്ത് ദൈവകരം ചലിക്കുന്നത് കാണാൻ പറ്റും. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, കടബാധ്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചാൽ എങ്ങനെയാ കടബാധ്യത മാറുന്നതെന്ന് ചിന്തിക്കും. അതിനെന്ത് ലോജിക്കാ പറയാനുള്ളത്? പ്രാർത്ഥിച്ചാൽ അതിന് കടബാധ്യത മാറുമോ? പ്രാർത്ഥിച്ചാൽ കടബാധ്യത മാറുമോ എന്ന് നിങ്ങളോട് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ബുദ്ധി കൊണ്ട് പറയും മാറത്തില്ല. പക്ഷെ നമ്മൾ സമർപ്പിച്ച പ്രാർത്ഥനാ വിഷയത്തിൻ്റെ അകത്ത് ദൈവശക്തി വെളിപ്പെട്ട് ദൈവം ഒരു വഴി തുറക്കും. ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു അത്ഭുതം നടക്കാനേ നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്നത് പ്രാർത്ഥിക്കാനാ. നമ്മൾ പ്രാർത്ഥിച്ചാലേ ദൈവം ഇടപെടുകയുള്ളൂ. ഒരു പ്രത്യേകത അത് ദൈവം. അതായത് ഞാനിങ്ങനെ ചിന്തിച്ചു, എനിക്ക് ഒരാൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണമല്ലോ, ഏറ്റുവാങ്ങണം. അതായത് എനിക്ക് ഒരു 2000 രൂപ ഒരാൾ അയച്ചു. 2000 രൂപ അയച്ചു. 2000 രൂപ അയച്ചത് പോസ്റ്റ് ഓഫീസിൽ അയച്ചത്, പോസ്റ്റ് വഴി. അത് ഞാനായിരിക്കുന്ന സ്ഥലത്ത് പോസ്റ്റ്മാൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ അവിടെ ഇല്ല. മറ്റ് 2 വൈദികർ അവിടെ ഉണ്ട്. അപ്പോൾ പോസ്റ്റ്മാൻ പറഞ്ഞു, അച്ഛനൊരു ചെറിയൊരു പൈസ പോസ്റ്റിൽ അയച്ചിട്ടുണ്ട്, അത് മേടിക്കണം. അപ്പോൾ അവർ ഞങ്ങൾ ഒപ്പിട്ടാൽ മതി. ഇല്ല, അത് ആ ആൾ തന്നെ ഒപ്പിടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്ന പാടെ എന്നോട് പറഞ്ഞു, എത്ര പൈസ പോസ്റ്റ് ഓഫീസിൽ വരെ അച്ഛൻ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പോസ്റ്റ് ഓഫീസിൽ ചെന്നപ്പം ഞാനത് എന്നോട് പോസ്റ്റ്മാൻ ആ പൈസ തരാൻ വേണ്ടി കൈ നീട്ടിയപ്പം ആ പോസ്റ്റ്മാൻ ഒരു പേന എടുത്ത് തന്നു. പേന എടുത്തിട്ട് എന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു ഒപ്പിടണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, 2000 രൂപ മേടിക്കാൻ എന്തിനാ ഒപ്പ്? 2000 രൂപ എനിക്ക് അയച്ച 2000 രൂപ ഞാൻ കൈപ്പറ്റണമെങ്കിൽ ഞാൻ അവിടെ ഒരു ഒപ്പിടണം, ഒപ്പിട്ട് കൈപ്പറ്റണം. ഞാനിങ്ങനെ ചിന്തിച്ചു, ഇതുപോലെ തന്നെയാണല്ലോ കർത്താവേ ദൈവത്തിൻ്റെ അനുഗ്രഹവും. നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവ ശുശ്രൂഷകരിലൂടെ പ്രാർത്ഥിക്കുന്നവരിലൂടെ ദൈവം നമ്മളെ കൊണ്ടുതരും. നമ്മുടെ ഡ്യൂട്ടിയാണ്, അല്ല ഒബ്ലിഗേഷനാണ്, കടമയാണ്. ഞാനത് ഒപ്പിട്ട് സ്വീകരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ വിശ്വസിക്കട്ടെ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ള അനുഗ്രഹം ദൈവം ചിലപ്പോൾ ഈ സമയത്ത്, ചിലപ്പോഴതല്ല, നിങ്ങളിലേക്ക് വരും. നിങ്ങളുടെ ഒരു സംശയിച്ചുകൊണ്ടിരിക്കരുത്, ഒപ്പിട്ട് സ്വീകരിക്കണം. നിങ്ങളുടെ മക്കൾക്കുള്ള അനുഗ്രഹം, നിങ്ങളുടെ തലമുറയ്ക്കുള്ള അനുഗ്രഹം നിങ്ങൾ സ്വീകരിക്കണം. ഒരു കരം ഉയർത്തി ഉറക്കെന്ന് പറയാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവർ, ഞാനിത് ഇത്രയും പറയാനുള്ള കാരണം എൻ്റെ 6 വർഷത്തെ ദൈവവചന ശുശ്രൂഷയുടെ അനുഭവം എന്നെ പഠിപ്പിച്ചൊരു കാര്യം. ഇപ്പം നിന്നെ മൂടൂന്ന് പറയുന്ന പ്രശ്നമില്ലേ? ചിലപ്പോൾ ആൾക്കാർ പറയട്ടെ, ഇപ്പം നിന്നെ പ്രശ്നം പോയി തീർന്നു എന്ന് പറയും. അങ്ങനെ ഒരു പ്രശ്നം നമ്മളെ മൂടാൻ വന്നാലും നമ്മുടെ കയ്യിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ ആ പ്രശ്നം നിന്നിടത്ത് നിൽക്കും. ആ പ്രശ്നം അവിടെ നിന്നിരിക്കും. അത് വ്യക്തിയാണേലും ശക്തിയാണേലും സാഹചര്യമാണേലും. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം പറയാം, നമ്മുടെ ദൈവം നമ്മുടെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിവുള്ള ദൈവമാണ്. നിങ്ങളൊന്ന് നോക്കിക്കോ. ഏതേലും വിഷയത്തിൽ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ ചടങ്ങ് പ്രാർത്ഥന പാടില്ല. ചടങ്ങ് പ്രാർത്ഥന പ്രാർത്ഥിക്കരുത്. ചടങ്ങ് പ്രാർത്ഥനയാണ് പലരുടെയും. ആ ചടങ്ങ് പ്രാർത്ഥനയ്ക്കകത്ത് വരുമ്പോൾ നമ്മൾ ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കില്ല, പിറുപിറുത്തോണ്ടിരിക്കും. ചടങ്ങ് പ്രാർത്ഥനയ്ക്കകത്ത് പ്രാർത്ഥനയല്ല, പിറുപിറുക്കലാണ് നടക്കുന്നത്. പിറുപിറുത്ത സമയത്ത് അത്ഭുതം നടന്നിട്ടില്ല. ഇസ്രായേൽ ജനം ദൈവത്തിനെതിരെ പിറുപിറുത്തു, അത്ഭുതം നടന്നിട്ടില്ല. മോശ ഹൃദയം നുറങ്ങി പ്രാർത്ഥിച്ചു, അത്ഭുതം നടന്നു. എവിടെയും പിറുപിറുത്ത സമയത്ത് അത്ഭുതം നടന്നിട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. ശ്രദ്ധിച്ച്, ഇന്ന് നിങ്ങളോട് പറഞ്ഞത്, അതിൻ്റെ 2ാം ഭാഗമായിട്ട് പറഞ്ഞത് അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹം വന്നു എന്നല്ലേ. ഇനി അടുത്തൊരു ചോദ്യം പറയാം. അമ്മയുടെ പ്രാർത്ഥനയാണോ അപ്പൻ്റെ പ്രാർത്ഥനയാണോ വില കൂടുതലുള്ളത്? അമ്മയുടെ പ്രാർത്ഥനയ്ക്കാണോ അപ്പൻ്റെ പ്രാർത്ഥനയ്ക്കാണോ ദൈവസന്നിധിയിൽ കൂടുതൽ? 2 പേരുടെയും പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ബൈബിൾ
എൻ്റേതായ അനുഭവത്തിൽ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അമ്മ പ്രാർത്ഥിക്കുന്നേക്കാൾ വലിയ അത്ഭുതം നടക്കും ആ വീട്ടിലെ അപ്പൻ പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ. ഹല്ലേലൂയ. ശരിയാണോ അല്ലയോ? പല വീട്ടിലും അപ്പന്മാർ പ്രാർത്ഥിക്കുന്നില്ല, 10 മണിയാകുമ്പോഴേ വരത്തുള്ളൂ. പിന്നെ പ്രാർത്ഥനയില്ല, കുളിച്ചു ഭക്ഷണം കഴിച്ചു, അവർ ഉറക്കമാണ്. പ്രാർത്ഥന പല കുടുംബത്തിലും അമ്മമാരാണ് നേതൃത്വം. അപ്പന്മാർ പലപ്പോഴും തിരക്കും, ബിസിനസ്, ജോലി, പൈസ കൈകാര്യം ചെയ്തു, അവരുടെ കാര്യം നോക്കി, അതായി ഇതായി, ചിലപ്പോൾ ടൈമിൽ വരത്തില്ല. പക്ഷെ ഒരു കാര്യം, പ്രാർത്ഥിക്കുന്ന അപ്പച്ചന്മാർക്കെല്ലാം സന്തോഷ വാർത്ത. പ്രാർത്ഥിക്കാത്തവർക്ക് കൂടി പ്രാർത്ഥിക്കാൻ തോന്നും. ദൈവവചനത്തിൽ കാണുന്ന ഒരപ്പൻ ദൈവസന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ മക്കൾ രക്ഷപ്പെട്ടു എന്നല്ല, കുടുംബം മുഴുവൻ രക്ഷപ്പെട്ടു എന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട്. അത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം സക്കേവൂസിൻ്റെ ഉപമയെക്കുറിച്ചാണ്. സക്കേവൂസിൻ്റെ ഉപമ വായിക്കുമ്പോൾ നമുക്ക് പ്രത്യേകം തോന്നില്ല. സക്കേവൂസ് ആരായിരുന്നു എന്ന് ചോദിക്കട്ടെ. സക്കേവൂസ് ആരാണ്? സക്കേവൂസ് കല്യാണം കഴിച്ച ഒരാളാണ്. ആൾക്കൊരു ഭാര്യയുണ്ട്, മക്കളുമുണ്ട്. ഈ സക്കേവൂസ് ഒരു ഭർത്താവാണ്, ഒരു കുടുംബനാഥനാണ്. മാതാപിതാക്കളുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഒരു കുടുംബത്തിൽ ജീവിച്ച ആളാണ് സക്കേവൂസ്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആരേക്കാൾ കൂടുതൽ സമ്പന്നനായി ബൈബിൾ എഴുതിയിരിക്കുന്നത് ആ സക്കേവൂസ് ധനികൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. സക്കേവൂസ് ഒരു പണക്കാരനായിരുന്നു എഴുതിയിട്ടില്ല. പണക്കാരൻ നമ്മൾ ആരെയാ പറയുന്നത്? അത്യാവശ്യം പണമുള്ള ഒരാളെ നമ്മൾ പറയും അത് നല്ലൊരു പണക്കാരൻ്റെ വീടാകട്ടോ അല്ലെ പണക്കാരനാകട്ടോ എന്ന് പറയും. ചില ആളുകളെ നമ്മൾ നോക്കിയിട്ട് പറയും പണക്കാരൻ. നമ്മൾ വേറൊരു വാക്ക് ഉപയോഗിക്കും, ആളൊരു ധനികനാണെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ പണമുള്ള ഒരാളെയാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. ബൈബിളിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ധനികൻ എന്ന വാക്കാണ്. അതിൻ്റെ അർത്ഥം നല്ല സാമ്പത്തിക ഭദ്രതയുള്ള ആളാണ്. ഈ കുടുംബനാഥനാണ് ഒരു ദിവസം ഈശോയെ കാണാൻ വേണ്ടി പോകുന്നത്. അമ്മ ആ കുടുംബത്തിലെ അയാളുടെ ഭാര്യ പോയി എന്നല്ല എഴുതിയിരിക്കുന്നത്. ആ കുടുംബത്തിലെ കുടുംബനാഥൻ തിരക്കെല്ലാം മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ ചെന്നു. ഏതെങ്കിലും ഒരു കുടുംബനാഥൻ ജീവിതത്തിൻ്റെ തിരക്കും ഉത്തരവാദിത്തങ്ങളും സമയവും മാറ്റിവെച്ച്, ആരോഗ്യം മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ ചെന്നിട്ടുണ്ടോ? ആ കുടുംബനാഥനിലൂടെ ആ കുടുംബം മുഴുവൻ അനുഗ്രഹം പ്രാപിച്ചിരിക്കും. അത് കർത്താവിൻ്റെ ഒരു വെളിപ്പാട് തന്നെയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഒരു കാര്യം, നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒരു പ്രത്യേക പോസിറ്റീവായിട്ടൊരു കാര്യം പറയട്ടെ. പോസിറ്റീവായിട്ട്, അതായത് ഒത്തിരി ആളുകൾ പ്രാർത്ഥിക്കുന്നവരായി മാറിയിട്ടുണ്ട്. ഭയങ്കര നമ്മൾ സാധാരണ ജീവിതം നയിക്കുന്ന ഒരുപാട് പേര് നല്ല പ്രാർത്ഥിക്കുന്ന ആളായി മാറിയിട്ടുണ്ട്. ഒരപ്പച്ചൻ പറയുക, ഞാൻ പ്രാർത്ഥിക്കുന്ന ആളല്ലായിരുന്നു അച്ചോ, എൻ്റെ മകൻ്റെ പ്രാർത്ഥനയും വിശ്വാസവും കണ്ടിട്ട് ഞാനും കൂടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയെന്ന്. പണ്ട് അപ്പന്മാർ പ്രാർത്ഥിച്ചിട്ടാണ് മക്കൾ പ്രാർത്ഥനയിലേക്ക് വരുന്നതെങ്കിൽ ഇന്നൊരു വേറൊരു വ്യത്യാസമുണ്ട്. മക്കൾ തീക്ഷ്ണതയുള്ളതായതുകൊണ്ട് ഇപ്പോൾ ആ കുടുംബത്തിലെ അപ്പച്ചൻ പറയുകയാണ്, എൻ്റെ മക്കളൊക്കെ ഭയങ്കര വിശ്വാസികളും പ്രാർത്ഥനക്കാരുമാണ്, കുർബാന മുടക്കത്തില്ല, പ്രാർത്ഥന മുടങ്ങത്തില്ല, അവരതിൽ നീറുപോലെയാണ് നിൽക്കുന്നത്, അതുകൊണ്ട് ഞാനും ഇപ്പോൾ പ്രാർത്ഥന മുടങ്ങാറില്ലെന്ന്. മക്കളിലൂടെ അപ്പന്മാർ ദൈവത്തെ അറിഞ്ഞ ഒത്തിരി പേരുണ്ട്. എന്നാൽ ഈ വാക്ക് നോക്കിക്കേ, സക്കേവൂസ് ഒരു ദിവസം ഈശോയെ കാണാൻ പോയപ്പം സക്കേവൂസിനോട് ഇറങ്ങി വരാൻ പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ വാക്ക് എന്നാണെന്നറിയാമോ? എനിക്ക് നിന്റെ വീട്ടിലേക്ക് വരണമെന്നാണ് പറഞ്ഞേ. വീടെന്നുള്ള വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ഭവനം എന്ന വാക്കാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ചേ. കുടുംബത്തിലെ ഈ കുടുംബനാഥൻ ഈശോയുടെ അടുത്ത് ചെന്നപ്പോഴേ ഈശോ അവിടെ കൂടിയിരുന്ന് ഒരാളോടും പറഞ്ഞില്ലല്ലോ, ഞാൻ ഇവന്റെ വീട്ടിൽ പോയി കഴിഞ്ഞ് ഉടനെ തിരിച്ചു വരുമ്പോൾ നിന്റെ വീട്ടിൽ കയറാമെന്ന്. പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് കയറാൻ പാടില്ലായിരുന്നോ? ഈശോ വേറെ ആരുടെയും അധികം വീട്ടുകളിൽ പോയിട്ടില്ല. പക്ഷെ സക്കേവൂസിന്റെ വീട്ടിൽ പോയി. കാരണം ആ വീട്ടിൽ ഈശോ ചെല്ലാനുള്ള കാരണം അവിടുത്തെ കുടുംബനാഥന്റെ പ്രത്യേകത കൊണ്ടാണ്. പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ചോ, കുടുംബനാഥന്മാരായിട്ടുള്ള എല്ലാ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞാൽ നിങ്ങളിലൂടെ രക്ഷപ്പെടുന്നത് ഒരാളല്ല, നിങ്ങളുടെ കുടുംബത്തിൽ ആയിരിക്കുന്ന മുഴുവൻ ആളുകളും രക്ഷപ്പെടാൻ മാത്രം കഴിവുള്ള പ്രാർത്ഥനയാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്. പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സക്കേവൂസ്, ഞാനിങ്ങനെ ഭാവനയിൽ കണ്ട ഒരു കാര്യം പറയാം. ഭാവനയിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കേ. സക്കേവൂസ് എന്ന ആള് പോയ പോലല്ല തിരിച്ചു വരുതേ. ടൗണിലേക്ക് പോയതാണ്, പക്ഷെ തിരിച്ചു വരുമ്പോൾ ഈശോയെയും കൂട്ടിക്കൊണ്ട് ആ വീട്ടിലേക്ക് വരികയാണ്. ഈശോയും സക്കേവൂസും ഈശോയും ആ വീട്ടിലേക്ക് വരുന്നത് ആര് കണ്ടു കാണും? അല്ലെങ്കിൽ ആ വീട്ടിൽ ചെന്നപ്പം ഇന്നുവരെ ഈശോയെ കണ്ടിട്ടില്ലാത്ത സക്കേവൂസിന്റെ ഭാര്യ ആരിലൂടെയാ ഈശോയെ കണ്ടത്? ആരിലൂടെയായിരിക്കും? സക്കേവൂസിലൂടെ, ആ കുടുംബനാഥനിലൂടെയാ. സക്കേവൂസിന്റെ മക്കൾ ഈശോയെ കുറിച്ച് ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കില്ല. സക്കേവൂസിന്റെ മക്കൾ എങ്ങനെയാ ഈശോയെ അറിഞ്ഞത്? അപ്പനിലൂടെയാ, കുടുംബത്തിലെ കുടുംബനാഥനിലൂടെയാ.
പറഞ്ഞേ ഹല്ലേലൂയ. സക്കേവൂസിന്റെ വീട്ടിൽ വന്നതിന് ശേഷം ഇറങ്ങി പോകാൻ നേരത്തെ ഈശോ പറഞ്ഞു, നിന്റെ മക്കൾ രക്ഷപ്പെട്ടു എന്നാണോ പറഞ്ഞത്, നിന്റെ വീട് രക്ഷപ്പെട്ടു എന്നാണോ പറഞ്ഞത്? നീയും നിന്റെ ഭവനോ എന്നാ പറഞ്ഞേ. അമ്മ പ്രാർത്ഥിച്ചപ്പോ എന്നാ പറഞ്ഞേ? അമ്മ പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞു നിന്റെ മകള് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു, നീ പൊക്കോളാൻ പറഞ്ഞു. അപ്പൻ ചെന്നപ്പോ പറഞ്ഞു മക്കള് രക്ഷപ്പെട്ടു എന്നല്ല, കുടുംബം മുഴുവൻ രക്ഷപ്പെട്ടു എന്നാ പറഞ്ഞേ. നിങ്ങൾ തന്നെ ഒന്ന് കമ്പാരിസൺ നടത്തി നോക്കിക്കേ. അമ്മയുടെ പ്രാർത്ഥനയേക്കാൾ വിലയുണ്ട് കുടുംബത്തിലെ കുടുംബനാഥൻ ദൈവത്തെ അറിഞ്ഞാൽ. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. വളരെ കറക്റ്റാണ്. നമ്മൾ ചിന്തിക്കും എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന്. ഒരു കുടുംബത്തിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ പ്രാർത്ഥനയുള്ള വീടിൻ്റെ മുറ്റത്ത് ചെല്ലുമ്പോഴേ അറിയാം ആ വീട്ടിൽ പ്രാർത്ഥനയുടെ അഭിഷേകം കാണാൻ പറ്റും. വീട് ചിലപ്പോൾ മോല കൊണ്ട് മറിച്ചൊരു സാധനമായിരിക്കും, പക്ഷെ ആ വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാ മുറികളും ലോകത്തിലെ ഏറ്റവും നല്ല മാർബിൾ ഒട്ടിച്ചതിനേക്കാൾ അഭിഷേകവും അനുഗ്രഹവും നമുക്ക് സാധാരണക്കാരന് ഫീൽ ചെയ്യും. ഞാൻ ഈ മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയുണ്ടെന്ന് പറയാൻ കാരണം, +2 പഠിക്കുന്ന ഒരു കൊച്ച് ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു കഴിഞ്ഞപ്പം നാട്ടിൽ ഭയങ്കര സന്തോഷമായ കാര്യമാണ്. പറയാൻ പറ്റുന്ന സംഭവമാണോ ഇവിടെയാണോ പറയേണ്ടതെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ദൈവാത്മാവ് തോന്നിപ്പിച്ച കാര്യം പറയാം. ഒരു മകൻ മരിച്ചു, +2 ആയപ്പോഴാണ് മരിച്ചേ. അവന് ബൈക്ക് ഉണ്ടായിരുന്നു, അവന് ടച്ച് ഫോണും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മകൻ മരിച്ച സമയത്ത് സ്കൂളിലെ സാറ് പറയുക അവൻ മരിച്ചത് നന്നായി എന്ന്. അപ്പോൾ ഇത് കേട്ട ഒരുപാട് പേര് പറഞ്ഞു ആ സാർ ഒരു മനസാക്ഷി ഇല്ലാത്തവനാണ്, ഇത്രയും ചെറിയ പ്രായം ജീവിച്ച് കൊതി തീർന്നിട്ടില്ല, ജീവിതത്തിൻ്റെ 1% പോലും ആയിട്ടില്ല, അതിനും ആക്സിഡൻറ്റ് ഭരിച്ചപ്പോൾ ഒരു മനസാക്ഷിയുള്ള ആരെങ്കിലും പറയുമോ? അപ്പോൾ ഈ സാറിനോടൊരു സുഹൃത്ത് ചോദിച്ചു, ഹലോ നിങ്ങളൊരു മനസാക്ഷി ഇല്ലാതെ വർത്തമാനം പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സാറ് പറയാണ്, എന്നാ ഇത് പറഞ്ഞെന്നറിയാമോ, ഇവൻ ജീവിച്ചിരുന്നായിരുന്നെങ്കിൽ ഈ സ്കൂളിലെ ആൺകുട്ടികളെ മുഴുവൻ ബ്ലൂ ഫിലിം കാണിച്ച് ഇവൻ നശിപ്പിച്ചേനെന്ന് പറഞ്ഞു. അപ്പോഴാണ് ചോദിച്ച ആൾ ചോദിക്കുന്നത് എന്താ അവൻ്റെ പരിപാടി? അവൻ്റെ കയ്യിൽ ഒരു ഫോണുണ്ട്, അതുകൊണ്ട് ബ്ലൂ ഫിലിം വിൽക്കലാണ് സ്കൂളിലെ അവൻ്റെ തൊഴിൽ. അവൻ മരിച്ചത് നന്നായി എന്ന്. അവൻ ഈ സ്കൂളിലെ ഒന്നും അറിയാത്ത കുറേ പാവപ്പെട്ട കുട്ടികളെ കൊണ്ടുവന്ന് എങ്ങനെയും വീട്ടിൽ നിന്ന് പൈസ മോഷ്ടിക്കാനുള്ള സമയ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിറ്റ് പല കുട്ടികളും പഠിക്കത്തില്ല, പല കുട്ടികളും കള്ളക്കളികൾ പഠിച്ചു, രീതികൾ പഠിച്ചു, സ്വഭാവം നഷ്ടപ്പെട്ടു, എല്ലാ രീതിയിലും നശിപ്പിക്കുകയായിരുന്നു അവൻ്റെ തൊഴിൽ. അപ്പോഴാണ് ഇവൻ്റെ അപ്പച്ചനെ കുറിച്ച്, ഇവൻ്റെ മാതാപിതാക്കളെ കുറിച്ച്, അവർ പാവം പണിക്കാരാണ്, രാവും പകലും കൂലിപ്പണി എടുക്കുന്ന ആൾക്കാരാണ്, കൂലിപ്പണി എടുക്കുന്ന നടക്കുന്നവരാണ്. അവരിതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും അവർ പണിയെടുക്കുന്നു, വൈകുന്നേരം വരുന്നു, കൊച്ചു സ്കൂളിൽ പോയോ നോക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊന്നും അപ്പച്ചൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, കാരണം വൈകുന്നേരം വരെ വെയിലെടുത്ത് പണിയെടുത്ത് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, ക്ഷീണമായി ഞങ്ങൾ കിടന്നുറങ്ങും. എത്ര ക്ഷീണമാണേലും ഈ അപ്പച്ചൻ പറയുവാണ്, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തതിൻ്റെ കുറവ് ഇപ്പോൾ എനിക്ക് പിടികിട്ടിയത്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തതിൻ്റെ കുറവ് എനിക്കിപ്പോഴാ പിടികിട്ടിയെന്ന് പറഞ്ഞു. ഒരു സാധാരണ മനുഷ്യനാ പറഞ്ഞെങ്കിലും അതിനകത്ത് വലിയൊരു ആത്മീയ സത്യമുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ അളവിൽ പ്രാർത്ഥിച്ചേ പറ്റൂ. പല പ്രാർത്ഥനകളും ചതഞ്ഞെന്നുള്ള പ്രാർത്ഥനയാണ്, പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, കൈയടിക്കാൻ വേണ്ടി കൈയടിച്ചിട്ട് കാര്യമില്ല, ഹല്ലേലൂയ പറയണ്ടേന്ന് വിചാരിച്ച് ഹല്ലേലൂയ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം ഹൃദയത്തിൽ നിന്ന് പറഞ്ഞു നോക്കിക്കേ. സർവശക്തനായ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ഇറങ്ങി സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കുന്നത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റിയിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ വിഷയം പറഞ്ഞപ്പോഴേ എത്ര മാതാപിതാക്കൾ ഇത് പറഞ്ഞ് ഓടി വന്നു, എൻ്റെ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോഴാണ് മൈസൂര് ഭാഗത്ത് പഠിക്കുന്ന ഒരു കൊച്ച്. അപ്പോൾ ഈ കൊച്ചിന് വേണ്ടി അമ്മയും അപ്പനും അവരുടെ ഇളയ രണ്ടാമത്തെ മകളും, ഒരു 2 മക്കളെ ഉള്ളൂ, ഒന്ന് മൂത്തൊരാണും രണ്ടാമത്തെ പെങ്കൊച്ചുമാണ്. അപ്പോൾ ഇവർ 3 പേരും കൂടെ വന്നിട്ട് ഞങ്ങൾ ധ്യാനിപ്പിക്കുന്ന സ്ഥലത്തെ ഹാളിനകത്ത് കയറിയിട്ട് പറഞ്ഞു, ഒരിക്കലും ഒരു അമ്മ പറയാത്തൊരു വാക്ക് പറയട്ടെ അച്ഛാ, ഞങ്ങളുടെ മകൻ എന്തേലും കാരണത്താൽ മരിച്ചു പോകാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുക. ഒരമ്മ സ്വന്തം മകൻ മരിച്ചു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുമോ? ഞാൻ നുണയല്ലേ പറയുന്നത്? നിങ്ങൾക്ക് തോന്നും 100% നല്ലൊരു സ്ഥലമാണ്, ഇവിടെ നുണ പറയില്ല. നുണയിൽ ഒരു അമ്മ, ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത്, എന്താ കാരണം? അവൻ മൈസൂരിൽ നിന്ന് വരുവാന്ന് പറയുമ്പോഴേ ഞങ്ങളുടെ ചങ്ക് കിടന്ന് പിടയ്ക്കുമെന്ന് പറഞ്ഞു. അവൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം വീട്ടിൽ നടന്നാൽ അവനൊരു വടിയെടുത്ത് എല്ലാം അടിച്ച് പൊട്ടിക്ക് വെച്ചാൽ പേടിച്ചിരിക്കുക. ആകെ +2 കഴിഞ്ഞിട്ട് 20 വയസ്സോ 21 വയസ്സേ ഉള്ളൂ.
അപ്പോൾ ഈ അമ്മ പറയും, എത്ര നാളിങ്ങനെ പേടിച്ച്, എന്തിനാ ഇവൻ കുറച്ച് വലുതാകുന്നത്? ഇവൻ വലുതായി കഴിഞ്ഞ് ഏതേലും ഒരു പെണ്ണിൻ്റെ കഴുത്തെ താലി കെട്ടി ആ പെണ്ണിൻ്റെ കൂടെ കണ്ണുനീര് എൻ്റെ വീട്ടിൽ വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ ആ ശിക്ഷ ഏറ്റെടുത്തോളാം. അപ്പം ഞാനാണ് ആ അമ്മച്ചിയോട് പറഞ്ഞത്, ആ നിന്ന സ്ഥലത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ദൈവവചനത്തിനൊരു ശക്തിയുണ്ട് അമ്മച്ചി. ദൈവവചനം ആരെ രൂപാന്തരപ്പെടുത്തും. ഏത് കല്ല് പോലിരിക്കുന്ന ഹൃദയത്തിലാണേലും ദൈവവചനം ചെന്ന് അവിടെ അതിനെ മാറ്റും, മാംസളമായ ഹൃദയമാക്കും. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു വിഷയം പറഞ്ഞു. നിങ്ങൾ അന്നേരമാണ് എൻ്റെ മനസ്സിൽ കിട്ടിയൊരു വാക്ക്, ചേർത്ത് കെട്ടിവെച്ച് പ്രാർത്ഥിക്കാൻ. ചേർത്ത് കെട്ടിവെക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വിറകമ്പെടുത്ത് ആ ഭിത്തിയോട് ആ ഒരു തൂണിനോട് ചേർത്ത് കെട്ടാൻ പറഞ്ഞാൽ ഒരു കയറെടുത്തുകൊണ്ട് വന്ന് മുറുക്കി കെട്ടും. ഞാൻ ഇതുപോലെ പറഞ്ഞു, നിങ്ങൾ അവൻ്റെ സ്വഭാവവും മനസ്സും സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളും അവനായിരിക്കുന്ന അവസ്ഥയും ദൈവവചനത്തോട് ചേർത്ത് കെട്ടിവെക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ 2-3 കാര്യം പറഞ്ഞു. ദൈവവചനത്തോട് ചേർത്ത് കെട്ടിവെക്കുക, വിശുദ്ധ കുരിശിൻ്റെ അതിനോട് ചേർത്ത് കെട്ടിവെച്ച് നിങ്ങൾ ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുക. അവൻ ഒരു ദിവസം നിങ്ങളോട് പറയും, നമുക്ക് എവിടെയെങ്കിലും ഒരു അച്ഛൻ്റെ അടുത്ത് പോയി എനിക്കൊന്ന് പ്രാർത്ഥിക്കണം, ഒരു കൗൺസിലിംഗ് അവൻ പറയും. അത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണെന്ന് നമുക്ക് ആ സംഭവം കേട്ടാൽ തോന്നും. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞ് അവൻ വീട്ടിൽ വന്നപ്പോൾ അവൻ്റെ അപ്പനോട് അവൻ പറയുവാണ്, ഇന്നാൾ അപ്പനും അമ്മയും കൂടെ എവിടെയോ പ്രാർത്ഥിക്കാൻ പോയില്ലേ, അവിടുത്തെ അച്ഛൻ്റെ അടുത്ത് എനിക്കൊന്ന് കാണണമെന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മ എന്നെ വിളിച്ച് പറയുവാണ്, അച്ഛാ അവനൊരു ആഗ്രഹമുണ്ട്, അച്ഛൻ അവിടെ ഉണ്ടാവുമോ? ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു. അവർ വന്നപ്പം ഇവനൊരു ആട്ടിൻകുട്ടിയെ പോലെ ഒരിക്കലും തല പൊക്കത്തില്ല, കഴുത്ത് താത്തി ഇവനെ ഇരിക്കുകയാണ്. തലമുടി വെട്ടിയിട്ടില്ല, ഒരു പ്രത്യേക രീതിയിൽ ഇത് വച്ചിരിക്കുന്നുണ്ട്. ഇവനോട് ചോദിച്ചു, ഒരു കാര്യത്തിനും മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷേ അന്ന് മുതൽ അവനവിടെ വന്ന് ആ സമയം അതിനു മുമ്പിൽ അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരു കാര്യം മനസ്സ് മാറി. അവന് ദൈവത്തെ അറിഞ്ഞു. അവൻ മൈസൂരുള്ള പഠനം നിർത്തി. ഇപ്പോൾ കുറച്ച് നാളുകളായി ദൈവവചന ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുന്നു. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ അവൻ്റെ ജീവിതത്തിൽ കണ്ടപ്പോൾ ഈ അമ്മ പറയുക, ഈ അമ്മമാരുടെ പ്രാർത്ഥനയ്ക്കും അപ്പന്മാരുടെ പ്രാർത്ഥനയ്ക്കും ഇത്രയും ശക്തിയുണ്ടെന്ന് ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. എന്നിട്ട് ഒരു വാക്കിനോട് പറഞ്ഞു, ഒരു 10 വർഷം മുമ്പേ ആരേലും ഒന്ന് പറഞ്ഞു തരുമായിരുന്നെങ്കിൽ, ഈ ഒരു കാര്യമേ ഒരു 10 വർഷം മുമ്പ് ആരെങ്കിലും ഒന്ന് പറഞ്ഞ്, ഇത് കേട്ടോണ്ടിരിക്കുന്ന നമ്മൾ ഇനി പറയരുത്, ഇതാരും പറഞ്ഞു തന്നില്ലല്ലോ, ഇത് 2 വർഷം മുമ്പ് ആരെങ്കിലും ഒന്ന് പറയുമായിരുന്നെങ്കിൽ, ഇതാരെങ്കിലും പറയുമായിരുന്നെങ്കിൽ എന്നല്ല ഇത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വ്യക്തികളെയും സാഹചര്യങ്ങളെയും രൂപാന്തരപ്പെടുത്താൻ കഴിയും. പറഞ്ഞേ ഹല്ലേലൂയാ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം പറയും, നമ്മൾ പ്രാർത്ഥിക്കുന്ന ജീവനുള്ള ദൈവത്തോടാ. അപ്പൊ പ്രാർത്ഥിക്കുമ്പോഴും ചത്തിരിക്കരുത്. ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് ജീവനില്ല, നമ്മൾ ഉറങ്ങിയായിരിക്കുന്നത്. ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ജീവനോടെ പ്രാർത്ഥിക്കണം. 5 മിനിറ്റേ പ്രാർത്ഥിച്ചുള്ളൂ, 5 മിനിറ്റ് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയ്ക്ക് അത്ഭുതം നടക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. ഇപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുള്ള 10 പേരോളം ഉണ്ട്. അവർക്കെല്ലാം അറിയാവുന്ന ഒരാളെ ഞാൻ പറയുകയാണ്. എൻ്റെ മനസ്സിൽ ആ പേരുണ്ട്. പക്ഷെ ആ പേര് ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ടും എൻ്റെ കൂടെയുള്ള മുഴുവൻ ആളുകൾ 10-24 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. 12 കേസാണ് തമിഴ്നാട് പോലീസ് സ്റ്റേഷനിൽ അവനുള്ളത്. 12 കേസ്. അവനുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സ്റ്റേഷനിൽ ചെന്നപ്പം പോലീസുകാർ SI പറയുകയാണ്, മാവോയിസ്റ്റ് ലിസ്റ്റിൽ വരെ ഇവൻ്റെ പേരുണ്ട് ഫാദർ, ഇത് തീക്കളിയാണ്, ഇത് വലിയ പ്രശ്നമാണ്, ഇത് തൊട്ടാ പൊള്ളുന്ന കേസാണെന്ന് പറഞ്ഞു. ഭയങ്കര പ്രശ്നം. 12 കേസിലെ പ്രതി മാവോയിസ്റ്റ് ലിസ്റ്റിനകത്ത് വരെ പ്രതി പട്ടികയായിട്ട് പോലീസ് സ്റ്റേഷൻ അവൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ആളാണ്. പക്ഷെ ഇവൻ്റെ അമ്മ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ഇന്നും കൂടെ കണ്ടിട്ടാണ് വരുന്നത്, കുടുംബം മുഴുവൻ. അപ്പോൾ അമ്മ പ്രാർത്ഥിക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ആരെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയല്ല. ഞാനത് എൻ്റെ റീഡിംഗ് ആണ് കേട്ടോ പറയുന്നത്. നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അപ്പുറത്ത് ആളുണ്ടോ ഇപ്പുറത്ത് ആളുണ്ടോ, പുറകിൽ ആരാ നിൽക്കുന്നത്, ഇപ്പുറത്ത് ആരാ നിൽക്കുന്നത്, അവർ കാണുന്നുണ്ടോ അവർ നോക്കണ്ടോ, നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇതിങ്ങനെ കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഇത്രയും സ്വഭാവത്തിൽ മാറ്റം അത്രയും തകർന്നു പോയ അവൻ്റെ കൂടെയുള്ള 3 കൂട്ടുകാരും കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ആളുകളാണ്. ഇവനെ പോലീസ് പിടിക്കാതിരിക്കാൻ കാരണം ആ ഒരാഴ്ച ഇവൻ അവിടെ ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ കൂട്ടുകാർ ചോദിച്ചോടാ, നീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോന്ന് ചോദിച്ചു. നീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോടാന്ന് ചോദിച്ചു. ഈ മനുഷ്യൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് ഇന്ന് ആ മനുഷ്യൻ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അനുഗ്രഹമുള്ള ആൾ. എൻ്റെ കൂടെ 10 പേര് വന്നിട്ടുണ്ട്. ആ വ്യക്തി ഇത് പറയുമ്പോൾ എൻ്റെ കൂടെ വന്ന് 10 പേർക്കും ഈ മുഖം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിൽ കാണാൻ പറ്റുന്ന ആളുമാണ്. ഇത് പറയുമ്പോൾ വരെ ആ വ്യക്തിയുടെ മനസ്സ് എനിക്ക് കാണാം, ആ മുഖം എനിക്ക് കാണാം. ശ്രദ്ധിച്ചു. ഈ അത്ഭുതം നടക്കാനുള്ള കാരണം എന്നറിയോ? ഇന്നും കൂടെ ഞാൻ ചോദിച്ചു, മകന് നല്ല മാറ്റം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം കയ്യിലിരുന്ന തുവാല കൊണ്ട് 2 കണ്ണും അമർത്തിപ്പിടിച്ച് കരഞ്ഞു. 2 കണ്ണും തുവാല കൊണ്ട് അമർത്തിപ്പിടിച്ച് കരഞ്ഞു. സന്തോഷം കൊണ്ട് കരഞ്ഞതാണ്. എവിടെയാണ് അത്ഭുതം നടന്നത്? അമ്മയുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയിൽ. പറഞ്ഞേ ഹല്ലേലൂയാ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒരു ഭയങ്കര പിടിവള്ളി പോലെ ആയിട്ട് നിങ്ങൾ ഇന്നു മുതൽ ഒന്ന് പ്രാർത്ഥനയുടെ ലെവലൊന്ന് മാറ്റുക.
ചടങ്ങ് പ്രാർത്ഥന മാറ്റിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അല്പം കൂടെ ജീവനോടെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. ഇനി തുടർന്നുള്ള ആരാധനയാണല്ലോ എന്ന് വിചാരിച്ച് ആരും ആരാധനയെ പങ്കെടുക്കരുത്. നമ്മുടെ പല പ്രാർത്ഥനകളും ആരാധനയാണല്ലോ, സ്തുതിപ്പാണല്ലോ, എല്ലാവരും സ്തുതിക്കുന്നുണ്ടെന്നാ സ്തുതിച്ചേക്കാം. അങ്ങനെയുള്ള സ്തുതിപ്പിലൊന്നും അഭിഷേകവും അനുഗ്രഹവും വരില്ല. എൻ്റെ അടുത്ത് 1000 പേര് നോക്കി എന്നെ കളിയാക്കിക്കോട്ടെ, ഞാൻ എൻ്റെ ദൈവത്തെയാണ് വിളിക്കുന്നത്. എൻ്റെ ദൈവത്തെ ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റും ദൈവം എൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വരുന്നത്. കണ്ടിട്ടുള്ള ആളാണ് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്നത് കണ്ടതല്ല. അങ്ങനെ കണ്ടിട്ടുള്ള ആളല്ല ഞാൻ. പക്ഷെ ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച സമയങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കാര്യം എൻ്റെ ദേഹത്ത് ടച്ച് ചെയ്ത് ഫീലിംഗ് വരാനുണ്ടായി. ഞാൻ പെട്ടെന്ന് ഞെട്ടിയിട്ടുണ്ട്. പക്ഷെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം തൊടുന്ന്. ബൈബിളിലുണ്ട്, ദൈവം തൊട്ടവരെല്ലാം മാറിയിട്ടുണ്ട്. ദൈവത്തെ തൊട്ടവരും ദൈവം തൊട്ടവരുടെയും ജീവിതം ചേഞ്ച് ആയിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് സമയം പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ച്, നമ്മൾ ഈ 1 മണിക്കൂറിലധികം 1 മണിക്കൂറോളം കണ്ടതെന്നറിയാമോ? നമ്മളുടെ പ്രാർത്ഥനയുടെ വിലയെക്കുറിച്ചാണ്, നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ്. ഒരു കുഞ്ഞു കാര്യം കൂടെ പറയട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ വേറൊരു പ്രത്യേക കാര്യം കൂടി വേണം. ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഉപയോഗിച്ച പ്രാർത്ഥന ഏതാ? ഇതിനകത്ത് ഒരു വാക്ക് 6 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. ഏതായിരിക്കും? ഒരു വാക്ക് കണ്ടിന്യൂസ് ആയിട്ട്. ആ വാക്കാണ് ഞങ്ങൾ. ആ പ്രാർത്ഥന ചൊല്ലി നോക്കിക്കേ. ഞങ്ങൾ 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 എന്നുള്ള 6. എന്തിനാ ഈ ഒരൊറ്റ വാക്ക് ഞങ്ങൾ എന്ന വാക്ക് അതിനകത്ത് ഇത്രയും പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നത്? സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന 1 മിനിറ്റ് ഇല്ല, 1 മിനിറ്റേ ഉള്ളൂ. അതിനകത്ത് 1 പ്രാവശ്യം ഞങ്ങൾ എന്ന് പറഞ്ഞാൽ പോരെ? അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങൾ ഞങ്ങൾ ഞങ്ങൾ. എന്താ ഈ ഞങ്ങളെന്ന് പ്രത്യേകത? പ്രാർത്ഥനയിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നമ്മൾ ഞങ്ങളാകണം. ഒരു വീട്ടിൽ 4 പേരുണ്ടോ? 4 വഴിക്കാ. ഒന്നും പറഞ്ഞാലും മനസ്സിലാവില്ല. മനസ്സുകൊണ്ട് ഞങ്ങളല്ല വീട്ടിൽ. ഒരു സമൂഹത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ 10 മനസ്സോടെ ഇരുന്നാൽ അത് ഞങ്ങളല്ല. ഒരിടവകയിൽ 100 ഗ്രൂപ്പാ. പ്രാർത്ഥനാ ഗ്രൂപ്പിൽ 50 ഗ്രൂപ്പാണ്. എല്ലായിടത്തും ഗ്രൂപ്പിസവും പൊളിറ്റിക്സുമാണ്. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന മനസ്സിരുത്തി ഒന്ന് ചെല്ലിയാൽ തന്നെ നമ്മുടെ പ്രാർത്ഥന മാറും. ഈശോ പറഞ്ഞു, അവരും ഇവരുമായിട്ടൊരു ചേർച്ചയില്ലാതെ പ്രാർത്ഥിക്കരുത്, ഞങ്ങളായിട്ട് നിൽക്കണം. ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്താലും ഇവിടെ ശുശ്രൂഷ ചെയ്താലും ലോകത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞങ്ങളായിട്ട് പ്രാർത്ഥിക്കണം. ഇന്നത്തെ ആരാധനയുണ്ടല്ലോ, ഞങ്ങളായിട്ടൊന്ന് നിന്ന് പ്രാർത്ഥിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ഞങ്ങളായിട്ട് നിന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ വീട്ടിൽ 4 പേര്, 4 സ്വഭാവക്കാരും വിഷമവും അസ്വസ്ഥതയുള്ളവരോ, പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളായിട്ട് പ്രാർത്ഥിക്കണം. ഞങ്ങളായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവിടെ ഇറങ്ങി പ്രവർത്തിച്ചിരിക്കും. നിങ്ങൾ തന്നെ ഓർത്ത് നോക്കി, ഒരു കുഞ്ഞ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പം അതിനകത്ത് 6 പ്രാവശ്യം ഞങ്ങളെന്നുണ്ട്. ഞങ്ങളായിട്ട് പ്രാർത്ഥിക്കണം. മനസ്സൊരു ഇടവകയിൽ ഞാനിങ്ങനെ ചിന്തിച്ചു, നമ്മൾ ഈ ഇടവകയിൽ മുഴുവൻ എല്ലാ വർഷവും ധ്യാനം നടത്തിയിട്ടൊന്നും ഒരു വലിയ ചേഞ്ച് ഒന്നുമില്ല. ഒരു ധ്യാനവും പാട്ടും കൊട്ടും ബഹളവും കഴിഞ്ഞിട്ട് ഒറ്റ പോക്കാണ്. ധ്യാനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ സ്വർഗത്തിൻ്റെ അഭിഷേകം ഇറങ്ങാത്തതിൻ്റെ കാരണം എന്താ? അവിടെ പിന്നീട് ആ വിഷയത്തെ ചിന്തിക്കുമ്പോഴറിയണത്, പ്രാർത്ഥനാ ഗ്രൂപ്പ് 100 പൊളിറ്റിക്സ് ഉണ്ട്, ഇടവകയിൽ 3-4 ഗ്രൂപ്പുണ്ട്, അവർ ഇവർക്കെതിരാണ്, അവർ അവിടെ എതിരാണ്, അവർ ഇതിൻ്റെ കാര്യത്തിനെതിരാണ്, അവർ പള്ളി കയറാത്തവരാണ്. ഞങ്ങളാകുന്നില്ല. ഒരു കുടുംബത്തിൽ ഞങ്ങളാകണം, ഒരു ധ്യാന കേന്ദ്രത്തിൽ ഞങ്ങളാകണം, ഒരു ഇടവകയിൽ ഞങ്ങളായിട്ട് നിന്ന് പ്രാർത്ഥിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ.